ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമുക്ക് ഇതിന് മല്ലിയിലയും കൊണ്ട് അടിപൊളി ഒരു ചമ്മന്തി തയ്യാറാക്കിയാലോ. അതിനായിട്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, ഒരു കൈപ്പിടിയോളം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് കല്ലുപ്പൊട്ട. ഇതൊക്കെയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചാൽ മല്ലിയില നന്നായിട്ട് വാഷ് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ചെറുള്ളി ഇട്ട് കൊടുക്കാം, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. നന്നായിട്ട് പറഞ്ഞാൽ ഒരു പകുതിയോളം മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് ആ പുളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പാകുമ്പോൾ അതിൻ്റെ കൂടെ മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചമ്മന്തിക്ക് കല്ലുപ്പാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അങ്ങ്. അപ്പോൾ പുളിയൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചിരകിയത് ഒരു കൈപ്പിടിയോളം തേങ്ങ ചിരകിയത് കേട്ടോ, കുറച്ച് മതിയാവും. ഇത് ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തേങ്ങയും ഒന്ന് നന്നായിട്ട് വഴറ്റി വരട്ടെ കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു കൈപ്പിടിയോളം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണെന്നും കൂടി പറയാം കേട്ടോ ഇതിൽ. അപ്പോൾ ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പണ്ടത്തെ റെസിപ്പിയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇനി ഇതിലോട്ടും നമുക്ക് ലാസ്റ്റായിട്ട് മല്ലിത്തളയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിത്തള ഇടുമ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്ത് അങ്ങനെ കുറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അവസാനം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ അടിപൊളിയായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദോശയ്ക്കും അപ്പത്തിനും അതുപോലെ തന്നെ കഞ്ഞിക്കും ചോറിനും അതുപോലെ തന്നെ നെയ്ച്ചോറ് എല്ലാത്തിനും കൂടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടും നമുക്ക് ചമ്മന്തി റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് കഴിച്ച് തന്നെ അറിയണം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചധികം പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് മുന്നിൽ നിൽക്കണം കേട്ടോ, സ്പൈസി ആയിട്ട് ഇരിക്കണം, അതാണ് ഒന്നുകൂടി ടേസ്റ്റ്. എനിക്കതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതിന് അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.